ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് 2011 55 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നു. 2015 അവരൊരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നു. 2018 അവർക്ക് 500 കോടി വരവ് കിട്ടുന്നു. 2019 1306 കോടി കിട്ടുന്നു. 2020 2351 കോടി കിട്ടുന്നു. 2021 2428 കോടി കിട്ടുന്നു. 2022 5298 കോടി കിട്ടുന്നു. പക്ഷെ ഇപ്പോൾ ആ കമ്പനി നഷ്ടത്തിലാണ്. ഇപ്പോൾ വൻ നഷ്ടത്തിലെന്ന് പറഞ്ഞാൽ പതനം. ഇത് ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ ബൈജൂസ്. ആയിരത്തി 1980 ബൈജൂസ് കേരളത്തിൽ ജനിക്കുന്നു. കണക്കിൽ മിടുക്കനായ കുട്ടി പഠനകാലത്ത്. 2000 എഞ്ചിനീയറിംഗ് പാസ്സായി. 2001 ഷിപ്പിംഗ് കമ്പനിയിൽ കയറുന്നു. 2 വർഷത്തിന് ശേഷം കൂട്ടുകാരൊക്കെ ക്യാറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ബൈജുവിൻ്റെ അടുത്ത് സഹായം ചോദിക്കുമ്പോൾ ബൈജു എഴുതുന്നു. അതിൽ ബൈജു അടക്കം 4 പേര് വിജയിക്കുന്നു. ബൈജുവിന് 100% മാർക്കും കിട്ടുന്നു. 2005 വീണ്ടും ബൈജു ക്യാറ്റ് പരീക്ഷ എഴുതുന്നു. അതിലും 100% 100% മാർക്ക് കിട്ടുന്നു. ടോപ്പർ ആവുന്നു. ക്യാറ്റ് ടോപ്പർ എന്ന് പറഞ്ഞുള്ള പേരും കിട്ടുന്നു. തൻ്റെ മേഖല അധ്യാപനമെന്ന് തിരിച്ചറിഞ്ഞ ബൈജു ചെറിയ ഒരു മുറിയിൽ ക്ലാസ് തുടങ്ങി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ 1200 ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി 1200 പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ 4 സിറ്റിയിലേക്ക് അത് വളർന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ ആവശ്യപ്രകാരം അത് 9 സിറ്റിയിലേക്കായി. ബൈജുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് പഠിപ്പിക്കൽ വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ബൈജു രവീന്ദ്രൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് അർജുൻ പൈ എന്ന ആൾ 55 കോടി 2011 ബൈജുവിൻ്റെ കമ്പനിയിൽ നിക്ഷേപിക്കുകയും ആ പൈസ വെച്ചിട്ട് 2015 അദ്ദേഹം ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ആപ്പിൽ ഇപ്പോൾ പല കുട്ടികളും പല ടൈപ്പിലാണ് പഠനം നടത്തുന്നത്. അതായത് ചിലവർക്ക് ഗെയിമിലൂടെ, ചിലവർക്ക് വീഡിയോയിലൂടെ, ചിലർക്ക് ടെക്സ്റ്റിലൂടെ, ചിലവർക്ക് കണക്കിലൂടെ. ഇതെല്ലാം കൂടി ചേർന്ന രീതിയിലാണ് ഈ പഠനം ആ ആപ്പിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇവരെ പ്രധാന ആൾക്കാരെ ആകർഷിക്കുന്നില്ലെങ്കിൽ അവരെ വലയിൽ വീഴ്ത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികളുള്ള മാതാപിതാക്കളെ ഫോൺ വിളിക്കും. എന്നിട്ട് പറയും, ഞങ്ങളുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം, ഞങ്ങളുടെ കോഴ്സ് എടുക്കണം എന്ന് പറയും. നിങ്ങളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാന്ന് പറയും. മാതാപിതാക്കൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ മതി എന്ന് പറയും. ശരിയെന്ന് ചില മാതാപിതാക്കൾ സമ്മതിക്കും. എന്നാലും വീണ്ടും ചിലർ സമ്മതിക്കാത്തവർ അവർ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയാണ്, പഠനത്തിന് വേണ്ടി ഞങ്ങൾ ഒന്ന് വന്ന് കുട്ടീനെ കണ്ടോട്ടെ, നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാവും കുട്ടിയുടെ ഇതെന്നും പറഞ്ഞിട്ട് ഓരോ വീടുകളിലേക്ക് വരികയും വീടുകളിൽ വന്നതിന് ശേഷം മാതാപിതാക്കളെ മുമ്പ് വെച്ചിട്ട് പിള്ളേരെ കളിയാക്കുന്ന തരം താഴ്ത്തുന്ന പോലെയാണ് അവരെ പെരുമാറ്റം. അതായത് 7-ലും 8-ലും പഠിക്കുന്ന കൊച്ചുങ്ങളുടെ അടുത്ത് 10ാം ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് ആ കൊച്ചിന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ മാതാപിതാക്കൾ ഉപയോഗിച്ചു കണ്ടില്ലേ, കുട്ടി പഠിക്കുന്നില്ല, കുട്ടിക്ക് ഇതില്ല, കുട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഭാവി ജീവിതം സുരക്ഷിതമാക്കും, കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഇത് ഒന്ന് ചെയ്ത് നോക്കൂ, ഞങ്ങളുടെ ഒരു കോഴ്സ് എടുത്ത് നോക്കൂ എന്നൊക്കെ പറയും. ചില മാതാപിതാക്കൾ എടുക്കും കൊച്ചിൻ്റെ ഭാവിക്ക് വേണ്ടിയല്ല. ചില ആൾക്കാർ പിന്നെയും ഒന്ന് മടിക്കണ സമയത്ത് ഇവരൊരു വീഡിയോ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അതേ ചോദ്യം ചോദിക്കുമ്പോൾ ആ കുട്ടി ഉത്തരം പറയും. അപ്പോൾ മാതാപിതാക്കൾക്ക് വിശ്വാസവും. അപ്പോൾ വീണ്ടും പറയും, ഇന്ന കോഴ്സുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 10 ദിവസത്തിനോ അല്ലെങ്കിൽ 15 ദിവസത്തിനൊക്കെ നിങ്ങൾക്ക് ക്യാഷ് റിട്ടേൺ തരാമെന്ന് പറയുകയും നോക്കുമ്പോൾ
ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് റേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല മാതാപിതാക്കളും സാധാരണ മാതാപിതാക്കളെക്കും ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത ഇതാണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ അടുത്ത വള്ളി ഇട്ട് കൊടുക്കും. EMI ഓപ്ഷൻ പല കാര്യങ്ങളും, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതിനൊക്കെ EMI എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇത് പഠനത്തിന് വേണ്ടി EMI അതെടുത്തിട്ട് ചില ആൾക്കാർക്ക്, ചില നിങ്ങൾ ബൈജൂസിൻ്റെ ഇതിൻ്റെ കമൻറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ അവിടെ കിടന്ന് കരയണതാണ്. എൻ്റെ പിള്ളേർക്ക് വേണ്ടി 12,000 രൂപ 20,000 രൂപ എടുത്ത് കാശ് ഇതാക്കിയിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല, എനിക്ക് ക്ലാസ് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പോലും കിട്ടാത്ത ഇത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിടിക്കുന്ന പിള്ളേരെയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ 2000-ൽ കൊറോണയൊക്കെ വന്ന്, അപ്പോൾ എല്ലാ പിള്ളേരും ഓൺലൈൻ ക്ലാസ്സിലേക്കായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാനം കൂടി ആ സമയത്താണ്. അതായത് 2018-ൽ 500 കോടി വരുമാനം വരവ് വന്നത്. അതിൻ്റെ അകത്ത് 537 കോടി ചിലവഴിച്ച്, അതായത് 37 കോടി നഷ്ടം. അതുപോലെ തന്നെ 2019-ൽ അദ്ദേഹത്തിന് കിട്ടിയത് 1306 കോടിയാണ്. അതിൽ 1316 കോടി ചിലവ് വന്നിട്ടുണ്ട്. അതിലകത്ത് 8 കോടി നഷ്ടം. പിന്നെയാണ് കൊറോണ വന്നതും. ആ വർഷം 2381 കോടി അദ്ദേഹത്തിന് വരവ് കിട്ടുകയും 262 കോടി, ഇതെല്ലാം 262 കോടി നഷ്ടം സംഭവിക്കുകയും ചെയ്തു. 2021-ൽ 2428 കോടി കിട്ടുകയും അതിന് നഷ്ടം വന്നേക്കുന്നത് 4564 കോടിയും. ഇത് ഈ വരവ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാവൂ? ഇദ്ദേഹം മാർക്കറ്റിങ്ങിലേക്ക് ഈ പൈസ മൊത്തം ചിലവഴിക്കും. പിന്നെ കുറേ കമ്പനികൾ വാരിക്കൂട്ടി, അമേരിക്കയിലെ 2 കമ്പനികളൊക്കെ വാരിക്കൂട്ടി. പിന്നെ കടമെടുപ്പ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കടമെടുത്ത്, എന്നിട്ട് ഈ FIFA വേൾഡ് കപ്പിന് തൻ്റെ ഇതിന് പരസ്യത്തിന് വേണ്ടിയാണ് കൂടുതലായിട്ട് അദ്ദേഹം പൈസ കൊടുക്കുന്നത്. FIFA വേൾഡ് കപ്പ് മെസ്സിനെ കൊണ്ടൊന്ന് പരസ്യം ചെയ്യിക്കുക, ഷാറുഖ് ഖാനെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിക്കുക, BCCI ക്രിക്കറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ലോഗോ അടക്കം പരസ്യം ചെയ്യിക്കുക. അങ്ങനെ കൂടി ലാസ്റ്റ് 5298 വരുമാനം ഉണ്ടായ സമയത്ത് 8245 ചിലവും വന്നു. അത്രയും നഷ്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2022-ൽ അദ്ദേഹത്തിൻ്റെ കണക്കിൻ്റെ ഇത് പുറത്തു വിടുന്നതും അദ്ദേഹം നഷ്ടത്തിലാണെന്ന് പറയുകയും ഈ വാങ്ങിച്ച മറ്റ് കമ്പനികളെ, വിലക്ക് കൊടുത്ത് വാങ്ങിച്ച കമ്പനികളൊക്കെ ഓരോന്നായിട്ട് വിൽക്കാൻ ശ്രമിക്കുകയും പകുതി പൈസക്ക്, മേടിച്ചതിനെക്കാട്ടും പകുതി പൈസക്ക് കമ്പനികൾ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട്, അതിനിടയിൽ തന്നെ ഈ കൊറോണ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആൾക്കാർ പിള്ളേരൊക്കെ മടുത്തു തുടങ്ങി, മാതാപിതാക്കൾ മടുത്തു തുടങ്ങി. കാരണം ഈ ഓൺലൈൻ ക്ലാസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ വെച്ചിട്ട് ഈ ക്ലാസ് കാണൽ മാത്രമല്ല, ചില സമയത്ത് അവർ യൂട്യൂബ് കാണും, വീഡിയോസ് കാണും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ മാതാപിതാക്കൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് മാറി. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്, കുറേ കാശ് ഇറക്കിയിട്ട് മറ്റേ ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങി, ട്യൂഷൻ സെൻറ്റർ പോലെ തുടങ്ങി. പക്ഷെ അതിൻ്റെ അകത്ത് ആൾ കയറാതായി. അങ്ങനെ വൻ നഷ്ടത്തിലേക്ക് അദ്ദേഹത്തിന് സംഭവിച്ചു. ഇപ്പോൾ ബാംഗ്ലൂർ മാത്രമാണ് ഒരു ഓഫീസ് ഉള്ളത്. ബാക്കിയല്ല, ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങി ഷാറുഖ് ഖാനൊക്കെ വെച്ച് പരസ്യം തുടങ്ങിയിട്ട് ഒരാളും കയറാത്തതുകൊണ്ട് അത് അടപടയിലേറ്റവും പൂട്ടിപ്പോയി. ഇതിനിടയിൽ BCCI കൊണ്ട് കേസ് കൊടുത്തു. അമേരിക്കൻ കമ്പനികൾ കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബൈജൂസിന് എന്താ പറ്റിയത് എന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ, കണക്കിൻ്റെ കളികൾ അറിയാവുന്ന, കണക്കിന് മികച്ച ആളായ അദ്ദേഹത്തിന് പിഴച്ചതും കണക്കിലൂടെ തന്നെയാണ്. മാർക്കറ്റിങ്ങിൽ ഒരുപാട് പൈസ ഇറക്കി മറ്റ് കമ്പനികളെ വാരി കൂട്ടുന്ന ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യയിലെ ഒരു ആപ്പിൾ കമ്പനി പോലെ ആക്കാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന് കിട്ടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റ പരാജയം എന്ന് പറയാം. നമ്മുടെ ഓരോ വർഷം കോടികളുടെ നഷ്ടക്കച്ചവടം വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥാപനവും പൂട്ടിപ്പോകും. അത് തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമസ്കാരം.